അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് നല്ല മൊരിഞ്ഞ അപ്പവും ചൂട് മുട്ട റോസ്റ്റുമാണേ. തലേന്ന് തന്നെ അപ്പത്തിൻ്റെ മാവ് അരച്ച് വെച്ചതുകൊണ്ട് അതിലൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നില്ല. പിന്നെ കറി എന്തുണ്ടാക്കും എന്ന് ആലോചിച്ചാണ് ആകെ കൺഫ്യൂഷൻ ആയത്. അത് വേണോ ഇത് വേണോ എന്ന് ആലോചിച്ച് അവസാനം മുട്ടക്കറിയിൽ തന്നെ വന്നെത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ സവാളയൊക്കെ വഴറ്റി ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ഇട്ട് അതൊക്കെ ഒന്ന് വഴണ്ടി വന്നപ്പോഴേക്കും ഞാൻ പൊടികളെല്ലാം കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നേ. അതിൻ്റെയൊക്കെ ഒരു പച്ചമണം അറിയുന്നതിന് ശേഷം ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചു. വെന്ത് വന്നപ്പോഴത്തേക്കും കുറച്ച് എരിവ് കൂടുതലാണെന്ന് തോന്നിയതുകൊണ്ട് ഞാൻ കുറച്ച് സോസും കൂടെ ഒഴിച്ച് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ടേ. ഇതെല്ലാം ഒന്ന് തിളയ്ക്കാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് പറ്റിയ അമളി ഞാൻ ആലോചിച്ചത്. ഞാനിതുവരെ മുട്ട വേവിച്ചില്ല, മുട്ടയില്ലാതെ എന്ത് മുട്ടക്കറി, ചേട്ടാ ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്ന് ആലോചിച്ചപ്പോൾ പെട്ടെന്നൊരു ഐഡിയ തോന്നിയതാണ് നമുക്ക് എന്തായാലും ഉടച്ചൊഴിച്ച മുട്ടക്കറി വെക്കാമെന്ന്. അങ്ങനെ മുട്ട എടുത്ത് ഉടച്ചൊഴിച്ച് ഒരു ഭാഗം വെന്ത് തിരിച്ചിട്ട് അടുത്ത ഭാഗവും വേവിച്ചെടുത്തപ്പോഴത്തേക്കും നല്ല അടിപൊളി മുട്ട റോസ്റ്റ് റെഡി ആയിട്ടുണ്ടേ. അപ്പം മുട്ടക്കറിക്ക് പകരം ഇന്ന് മുട്ട റോസ്റ്റും കൂട്ടിയാണ് അപ്പം കഴിക്കാൻ പോകുന്നത്. നല്ല മൊരിഞ്ഞ അപ്പം ഇങ്ങനെ പിച്ചെടുത്ത് ആ മുട്ട റോസ്റ്റിൽ നിന്ന് ഒരു കഷ്ണം കൂടെ പിച്ചെടുത്ത്